കരുത്തരായ രാജസ്ഥാൻ റോയൽസിനെ ഹൈദരാബാദിലെ ഫ്ലാറ്റ് പിച്ചിൽ ഓറഞ്ച് ആർമി എറിഞ്ഞു വീഴ്ത്തുമ്പോൾ ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രം: ആരാണ് ഈ പ്രഫുൽ ഹിംഗെ? വെറും ഒരു ഓവർ കൊണ്ട് രാജസ്ഥാനെതിരെ തകർത്തെറിഞ്ഞ ഒരു മാന്ത്രികൻ. കൂട്ടിന് തീയുണ്ടകളുമായി സാക്കിബ് ഹുസൈനും. മിനി താരലേലത്തിൽ വെറും 30 ലക്ഷം രൂപയ്ക്ക് ടീമിലെത്തിയ ഈ യുവതാരങ്ങളെ ക്രിക്കറ്റ് ലോകം ഇന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് സ്വീകരിക്കുകയാണ്. പരിക്കിന് പിടിയിൽപ്പെട്ട് കരിയർ അവസാനിക്കുമെന്ന് കരുതിയെടുത്തുനിന്ന് മുൻ ഇന്ത്യൻ താരം വരുൺ ആരോണിന്റെ തണലിൽ ഉയർത്തെഴുന്നേറ്റ പ്രഫുലിന്റെ പോരാട്ടവീര്യം വിശ്വസിക്കാനാവാത്തതാണ്. ഒറ്റ ഓവർ കൊണ്ട് പ്രഫുൽ രാജസ്ഥാന്റെ പ്രതീക്ഷകൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. ആദ്യ ഓവറിൽ വൈഭവ് സൂര്യവംശി, ധ്രുവ് ജുറേൽ, ലുഹാൻഡ്രെ പിട്രോയിസ് എന്നിവരെ പുറത്താക്കി IPL അരങ്ങേറ്റക്കാരന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് പ്രഫുൽ കാഴ്ചവെച്ചത്. ആദ്യമായാണ് IPL ആദ്യ ഓവറിൽ ഒരു താരം 3 വിക്കറ്റ് പ്രകടനം കാഴ്ചവെക്കുന്നത്. 4 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റുമായി പ്രഫുൽ കൈയടികൾ ഏറ്റുവാങ്ങുമ്പോൾ ഹൈദരാബാദ് ആരാധകരും ടീമും നന്ദി പറയുന്നത് വരുൺ ആരോൺ എന്ന ബൗളിംഗ് പരിശീലകനോടാണ്. വരുൺ കണ്ടെത്തിയ നിധിയാണ് പ്രഫുലും സാക്കിബ് ഹുസൈനും. മിനി താരലേലത്തിൽ 30 ലക്ഷം രൂപയ്ക്ക് ടീമിലേക്ക് എത്തിച്ച താരങ്ങളാണ് ഇരുവരും. ആർക്കും വേണ്ടാതിരുന്നവരിൽ നിന്ന് ഇന്ന് ക്രിക്കറ്റ് ലോകത്തിന്റെ കൈയടികൾ ഇവർ ഏറ്റുവാങ്ങുമ്പോൾ അതിന് കാരണം വരുൺ ആരോണാണെന്ന് നിസ്സംശയം പറയാം. മത്സരത്തിന് ശേഷം രണ്ടുപേരും വരുൺ ആരോണാണ് തങ്ങളുടെ കരിയറിന് പുതിയ സ്വപ്നങ്ങൾ സമ്മാനിച്ചതെന്ന് തുറന്നു പറയുകയും ചെയ്തു. 24-കാരനായ പ്രഫുൽ 2024-25 രഞ്ജി ട്രോഫിയിലൂടെയാണ് തന്റെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തുന്നത്. വിദർഭയുടെ താരമായിരുന്ന പ്രഫുൽ 10 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 27 വിക്കറ്റുകളാണ് നേടിയെടുത്തത്. 6 ലിസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് 5 വിക്കറ്റ് നേടിയ പ്രഫുൽ ഇതിനു മുമ്പ് ഒരു T20 മത്സരം മാത്രമാണ് കളിച്ചതെന്നാണ് കൗതുകരം. MRF പേസ് അക്കാദമിയിൽ വെച്ചാണ് വരുൺ ആരോൺ പ്രഫുലിനെ ശ്രദ്ധിക്കുന്നത്. അതുവരെ T20യിൽ ആർക്കും വേണ്ടാതിരുന്ന താരത്തിന്റെ ലൈനും ലെങ്തും വേഗവും വരുണിനെ ആകർഷിച്ചു. വലിയ സാമ്പത്തിക അടിത്തറയില്ലാത്ത സാഹചര്യത്തിൽ നിന്നാണ് പ്രഫുൽ വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ വരുൺ പ്രത്യേക പരിഗണന യുവതാരത്തിന് നൽകി. ഡിലൻ മഗ്രാത്തിനൊപ്പം MRF പേസ് അക്കാദമിയിൽ പ്രവർത്തിച്ചതും പ്രഫുലിനെ കരുത്തായി. ഓസ്ട്രേലിയയിൽ ജോഷ് ഹെയ്സലോട്ടിനൊപ്പം ബൗളിംഗ് പരിശീലനം നടത്തിയതും താരത്തിന്റെ ബൗളിംഗ് മെച്ചപ്പെടുത്താൻ സഹായിച്ചു. 2.5 വർഷത്തോളം പരിക്കിന്റെ പിടിയിലായ താരമാണ് പ്രഫുൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. പുറമേതിനെ തുടർന്ന് വളരെയധികം പ്രയാസപ്പെട്ട പ്രഫുലിന്റെ കരിയർ മുന്നോട്ട് പോകുക പ്രയാസമാണെന്ന് പോലും പലരും വിധി എഴുതിയിരുന്നു. എന്നാൽ അവിടെയും വരുണിന്റെ സഹായമാണ് പ്രഫുലിനെ ശക്തമായി തിരിച്ചെത്താൻ സഹായിച്ചത്. മുൻ വിദർഭ ക്രിക്കറ്റ് താരം രഞ്ജിത്ത് പരാത്കറാണ് അണ്ടർ-19 T23 തലത്തിൽ പ്രഫുലിനെ പരിശീലിപ്പിച്ചത്. എന്തായാലും പ്രഫുലും സാക്കിബും ഹൈദരാബാദിന് പുതിയ പ്രതീക്ഷകൾ നൽകുകയാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന 2 പേസർമാർ ഇന്ന് ഹൈദരാബാദിനെ കൈപിടിച്ച് ഉയർത്തുകയാണ്. രണ്ടുപേരും വരുന്ന മത്സരങ്ങളിലും ഇതേ മികവ് ആവർത്തിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ് വൈഭവിൻ്റെതായിരുന്നെന്നാണ് പ്രഫുൽ പറയുന്നത്. അവൻ മികച്ച ഫോമിലായിരുന്നു. അവൻ്റെ വിക്കറ്റ് ആദ്യ പന്തിൽ നേടുമെന്ന് ഞാൻ പലരോടും പറഞ്ഞിരുന്നു. അതൊരു ബൗൺസറിലൂടെയോ മറ്റേതെങ്കിലും വഴിയിലൂടെയോ നേടുമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അരങ്ങേറ്റ IPL മത്സരത്തിൽ 4-5 വിക്കറ്റ് നേടുമെന്ന് ഞാൻ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നും പ്രഫുൽ പറയുന്നു. മത്സരത്തിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷന്റെ ബാറ്റിംഗ് കരുത്തിലാണ് 6 വിക്കറ്റിന് 216 എന്ന വമ്പൻ സ്കോറിലേക്ക് ഹൈദരാബാദ് എത്തിയത്. 44 പന്തിൽ 8 4-ഉം 6 6-ഉം ഉൾപ്പെടെ 91 റൺസാണ് ഇഷാൻ നേടിയത്. രാജസ്ഥാനായി ഡനോവൻ ഫെരേറ, രവീന്ദ്ര ജഡേജ എന്നിവർ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത്. മറ്റൊരു താരത്തിനും മികവ് കാട്ടാൻ സാധിച്ചില്ലെന്നാണ് രാജസ്ഥാനെ നിരാശപ്പെടുത്തിയത്. പ്രഫുലും സാക്കിബും 4 വിക്കറ്റുകൾ പങ്കിട്ടപ്പോൾ ഇഷാൻ മലിംഗ 2 വിക്കറ്റ് വീഴ്ത്തി.